അമ്മമാരെ കലാവിരുതുകൾ ഇതെല്ലാം തീർക്കുന്നത് നമ്മളെ മക്കളെ മുഖത്താണല്ലോ. അങ്ങനെ ഞാനും ഇതാ എൻ്റെ മോളെ മുഖത്തേക്ക് എൻ്റെ കല തെച്ചും എടുത്ത് ഉപയോഗിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഏതായാലും എനിക്കൊരു ഇരേനെ കിട്ടിയ സ്ഥിതിക്ക് ഞാനിതൊന്ന് പൂർത്തീകരിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ കുറച്ച് പൗഡർ എടുത്ത്, നല്ല ചന്ദനത്തിൻ്റെ മണമുള്ളൊരു പൗഡർ എന്നിട്ടാ ആരെയാ വാങ്ങിച്ചതെന്നറിയില്ല, പറ്റുവാണെങ്കിൽ ഞാൻ ഇത് അടിച്ച് മാറ്റും. അങ്ങനെ വന്നപ്പോൾ തൊട്ടേ അതിനെ കണ്ണ് വെച്ചിട്ടുള്ളതാണ് ഞാൻ. ഇതിന് മുന്നേ ഏച്ചി വന്നിട്ട് അതിന് കണ്ണ് വെച്ചിട്ട് പോയതാണെന്ന് അമ്മ പറയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞപ്പോൾ തന്നെ. അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാമഗ്രികളെല്ലാം വെച്ചിട്ട് ഇതാ ഐബ്രോസൊക്കെ വരക്കുന്നതാണ്. ഐബ്രോ വരയ്ക്കലെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ. നല്ല സെയിമായിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ വരച്ച് നല്ല കട്ടിയിൽ, എനിക്ക് പണ്ടേ അറിയുന്നൊരു കാര്യമാണ് ഐബ്രോസ് വരച്ച് കൊടുത്താൽ മാത്രമേ പിന്നെ നമുക്ക് നല്ല പിരിയും വരുമെന്ന്. എൻ്റെ അമ്മ എനിക്ക് നല്ലോണമൊന്നും വരച്ച് തരാത്തതുകൊണ്ട് എനിക്ക് പിരികൊന്നും അങ്ങനെയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മോക്കും അതേപോലെ മിന്നുവിനും രണ്ടാക്കും ഒരുപോലെ പിരികം ഇങ്ങനെ തഴച്ച് വളരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ലോണം പിരികം വരച്ച് കൊടുക്കലുണ്ട് കേട്ടോ. അങ്ങനെ പിരികയെല്ലാം എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? സ്റ്റൈലാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കണ്ണൊക്കെ പൊന്തിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ഐലൈനർ, അധികമൊന്നും ഞാൻ ഇട്ട് കൊടുക്കില്ല കേട്ടോ, അധികം നല്ലതല്ല. എന്തായാലും ഒരു വീഡിയോ എടുക്കുന്ന സ്ഥിതിക്ക് ഈ ഐലൈനറും കൂടി ഇരിക്കട്ടെ. ഐലൈനർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മോള് കണ്ണോർക്കൂല. അത് ഞാൻ പഠിപ്പിച്ചതാണ്, കണ്ണ് തുറന്ന മേലെല്ലാവും, അതുകൊണ്ട് കണ്ണ് തുറക്കാൻ പാടില്ല. അങ്ങനെ അടുത്തത് പൊട്ടാണ്. പൊട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണൂരുകാർ പറയും ചൊട്ടാണ്. ചൊട്ട വെക്കുന്ന സമയത്ത് നമുക്ക് കണ്ണ് തുറക്കാൻ വരെ പേടിയായിരുന്നു, എന്നാലോ വീഡിയോ എടുക്കുന്നത് കാണുകയും വേണം. അപ്പോൾ അവളുടെ സാഹസികമായ പ്രകടനം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. കണ്ണ് തുറക്കുകയും ചെയ്യുന്നുണ്ട്, കാണുകയും ചെയ്യുന്നുണ്ട്, എന്നാൽ മേലെ ആവാത്ത വിധത്തിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ചൊട്ടയെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം അതിനിടയ്ക്ക് ഞാൻ കൺമഷി ഇട്ട് കൊടുത്തനല്ലോ അല്ലേ. ഞാൻ ഉപയോഗിക്കുന്നത് ജയ് കാജലാണ് കേട്ടോ. ജയ് കാജൽ എന്ന് പറഞ്ഞാൽ അധികം സ്പ്രെഡൊന്നും ആവാതെ നല്ലതാണ്. രണ്ടാൾക്കും ഞാൻ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ മോളെ കുസൃതികളെല്ലാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കണ്ടാൽ തന്നെ മനസ്സിലാവില്ല, പാവം പിടിച്ച മോളാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മുടി വാരാൻ പറഞ്ഞിട്ടുണ്ടായിന്, ഞാൻ മറന്നുപോയി കേട്ടോ, മുടി വാരുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ സുന്ദരിയായിനെ. അപ്പോൾ എൻ്റെ മോളെ എങ്ങനെയുണ്ട് ഒരുക്കിയിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എല്ലാവർക്കും? അടിപൊളിയല്ലേ? അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.